പ്രണയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ദിനങ്ങൾക്കൊടുവിൽ അത് സംഭവിച്ചു. ആകാശവും ഗീതവും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് ഒളിച്ചു വെക്കാൻ പറ്റുന്നതായിരുന്നില്ല. എത്രയൊക്കെ രഹസ്യമാക്കാൻ നോക്കിയാലും ചില നോട്ടങ്ങളും പെരുമാറ്റങ്ങളും ചുറ്റുമുള്ളവർക്ക് പതുക്കെ സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും. ആകാശ് മാഷ് തേർഡ് ഇയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ ആയിരുന്നെങ്കിലും കുട്ടികളുടെ പ്രോജക്റ്റ് കാര്യങ്ങളിലൊക്കെ മറ്റ് അധ്യാപകർക്കും കൃത്യമായ പങ്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വെച്ചാണ് ആ അടിയൊഴുക്കുകൾ തുടങ്ങുന്നത്. കുട്ടികളുടെ ഇൻറ്റേർണൽ മാർക്കിൻ്റെയും പ്രോജക്റ്റ് ഫയലുകളുടെയും പരിശോധന നടക്കുകയായിരുന്നു. സെക്കൻഡ് ഇയറിൻ്റെ ചുമതലയുള്ള രാധിക ടീച്ചറും ശ്രുതി ടീച്ചറും ആകാശിൻ്റെ അടുത്ത സീറ്റുകളിലിരുന്ന് ഫയലുകൾ നോക്കുകയായിരുന്നു. രാധിക ടീച്ചർ ഗീതുവിൻ്റെ പ്രോജക്റ്റ് ഫയൽ എടുത്തു നോക്കുന്നതിനിടയിൽ പതുക്കെ പറഞ്ഞു, "ആകാശ് മാഷേ, ഈ ഗീതുവിൻ്റെ പ്രോജക്റ്റ് ടോപ്പിക് കുറച്ച് ടഫാണല്ലോ. പുള്ളിക്കാരിക്ക് ഇത് തനിയെ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോഴും മാഷ് ഈ കുട്ടിയുടെ ഡെസ്കിനടുത്തിരുന്ന് ഒരുപാട് നേരം ഇത് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. ബാക്കി പിള്ളേർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, മാഷ് എന്താ ഗീതുവിന് മാത്രം ഇത്ര സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതെന്ന്. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ മാഷ് എല്ലാവരെയും ഒരേപോലെ നോക്കിയില്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വരും. അതുകൊണ്ട് ചോദിച്ചതാ." രാധിക ടീച്ചർ അത് തികച്ചും ഔദ്യോഗികമായ രീതിയിലാണ് പറഞ്ഞതെങ്കിലും കൂടെ ഇരുന്ന ശ്രുതി ടീച്ചർക്ക് കാര്യം മനസ്സിലായി. ആകാശിൻ്റെ ഉള്ളിൽ ഗീതുവിനോടൊരു ഇഷ്ടമുണ്ടെന്ന കാര്യം ശ്രുതിക്ക് മുൻപേ അറിയാമായിരുന്നു. പക്ഷെ അത് മറ്റ് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ആകുലത തോന്നി. അതേസമയം അത് കേട്ട് ആകാശ് മാഷിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ആരും അറിയാതെ തങ്ങൾ രഹസ്യമായി വച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ രാധിക ടീച്ചറും മറ്റു കുട്ടികളും അറിഞ്ഞു എന്നത് അവൻ വിശ്വസിക്കാനായില്ല. ഇനി രാധിക ടീച്ചർ ഒന്ന് എറിഞ്ഞു നോക്കിയതാണോ എന്ന സംശയവും അവനിലുണ്ടായി. രാധിക ടീച്ചർ അത്രയും പറഞ്ഞിട്ടും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് അവന് തോന്നിയത് കൊണ്ട് അവൻ പറഞ്ഞു, "അതെ ടീച്ചറെ, ആ കുട്ടിക്ക് കിട്ടിയ ടോപ്പിക്ക് കുറച്ച് ടഫാണ്. അവൾ നല്ല കാലിബറുള്ള കുട്ടിയാണ്. കുറച്ച് സപ്പോർട്ട് കൊടുത്താൽ അവൾ തന്നെ അത് ചെയ്തോളും. അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോഴാണ് ടീച്ചർ അവിടെ വന്നത്," ആകാശ് പറഞ്ഞു. ശരി ശരി." രാധിക ടീച്ചർ ഇരുത്തിയൊന്ന് മൂളി. "ഞാൻ ഈ ഫയലുകൾ HODക്ക് സബ്മിറ്റ് ചെയ്തിട്ട് വരാം" എന്നും പറഞ്ഞ് എഴുന്നേറ്റു. രാധിക ടീച്ചർ ഫയലുകളുമായി പുറത്തേക്ക് പോയ ഉടനെ ശ്രുതി പതുക്കെ ആകാശിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. "ആകാശ്, രാധിക ടീച്ചർ പറഞ്ഞത് നീ കേട്ടല്ലോ അല്ലേ? ടീച്ചർക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. നീ ക്ലാസ്സിൽ വെച്ച് ഗീതുവിനെ നോക്കുന്നതിലും സംസാരിക്കുന്നതിലും കുറച്ചും കൂടി ഗൗരവം കാണിക്കണം. നാട്ടിൻ പുറത്തെ കോളേജാണ്. ടീച്ചർമാർക്കിടയിൽ ഇതൊരു സംസാരമായാൽ നിന്റെ കരിയറിനെ അത് മോശമായി ബാധിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് അകലം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്," ശ്രുതി ഒരു കൂട്ടുകാരുടെ ഓർമ്മപ്പെടുത്തലോടെ പറഞ്ഞു. അത് കേട്ടതും ആകാശിൻ്റെ ഉള്ളിൽ ഒരു പരിഭ്രമമുണ്ടായി. തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയ ഇടത്തു നിന്നാണ് പതുക്കെ സംശയത്തിൻ്റെ പുക ഉയരുന്നത്. എങ്കിലും ഗീതു 3ാമത്തെ വർഷ വിദ്യാർത്ഥിനി ആയതുകൊണ്ടും അവളുടെ ഡിഗ്രി കാലയളവ് ഏതാണ്ട് അവസാനിക്കാറായതുകൊണ്ടും വലിയ പ്രശ്നങ്ങളുണ്ടായില്ലെന്ന് അവൻ ആശ്വസിച്ചു. ആ ദിവസങ്ങളിലാണ് കോളേജിൽ ഫൈനൽ എക്സാമിന് മുന്നോടിയായുള്ള സ്റ്റഡി ലീവ് പ്രഖ്യാപിക്കുന്നത്. അതോടെ കോളേജിൽ ആ ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ നിന്നും അവർക്ക് താൽക്കാലികമായി ഒരു മോചനം കിട്ടി. പക്ഷേ സ്റ്റഡി ലീവ് ആയതോടെ ആകാശും ഗീതുവും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ പൂർണ്ണമായും ഇല്ലാതായി. എക്സാമിന് പഠിക്കേണ്ടത് കൊണ്ട് ഗീതുവിന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ലായിരുന്നു. കോളേജിൽ വെച്ച് എന്നും കണ്ടിരുന്ന 2 പേർ പെട്ടെന്ന് വീട്ടിൽ അടച്ചിരിക്കേണ്ടി വന്നപ്പോൾ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. എങ്കിലും വീട്ടുകാർ വാങ്ങി നൽകിയ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് അവർ വാട്സപ്പ് മെസ്സേജുകളിലൂടെ ആ ശൂന്യത മറികടക്കാൻ ശ്രമിച്ചു. ഗീതു മുറിയിൽ പുസ്തകവും തുറന്നു വെച്ചിരിക്കുമെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരുന്നു. ഒരു ദിവസം രാത്രി 10:30 ആയിട്ടുണ്ടാകും. ഗീതു മുറിയിൽ കട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. അമ്മ പുറത്ത് അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്താണ് ആകാശ് മാഷിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. ഗീതു സാധാരണ മട്ടിൽ ഫോണെടുത്ത് ആ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു. അവൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ നിന്നും ആകാശിൻ്റെ ആ തഴുകി തലോടുന്ന ശബ്ദം പതുക്കെ പുറത്തു വന്നു. "പഠിത്തമൊക്കെ എവിടെ വരെയായി ഗീതു? ഉറക്കം വരുന്നുണ്ടോ? താൻ നന്നായി പഠിക്ക്. ഐ ലവ് യു." ആ മെസ്സേജ് കേട്ട് ഗീതുവിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. എന്നാൽ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അമ്മ മുറിയിലേക്ക് കയറി വന്നത്. അവൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നതായിരുന്നു അമ്മ.
ഫോണിൽ നിന്നും വന്ന ആ പുരുഷ ശബ്ദവും അതിലെ ഐ ലവ് യു എന്ന വരിയും മകളുടെ മുഖത്തെ ആ കള്ളച്ചിരിയും അമ്മ കൃത്യമായി കേൾക്കുകയും കാണുകയും ചെയ്തു. കയ്യിലിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുമ്പോൾ അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരൊറ്റ നടപ്പിന് ഗീതുവിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ ബലമായി പിടിച്ചെടുത്തു. ഗീതു ആകെ തരിച്ചുപോയി. അമ്മ സ്ക്രീനിലേക്ക് നോക്കി. ആകാശ് മാഷിൻ്റെ ചാറ്റ് വിൻഡോയും അവരുടെ മുൻപത്തെ മെസ്സേജുകളും ഒക്കെ സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുകയായിരുന്നു. സ്വന്തം മകൾ കോളേജിലെ അധ്യാപകനുമായി പ്രണയത്തിലാണെന്ന സത്യം ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്താടി ഇത്? ആരാടി ഈ സംസാരിക്കുന്നത്? അമ്മയുടെ ശബ്ദം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിറച്ചു. നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് ഇതിനാണോടി? നിന്റെ മാഷാണോ നിനക്ക് ഈ രാത്രി ഐ ലവ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്? നിനക്ക് നാണമില്ലല്ലോടി ഒരു മാഷിൻ്റെ കൂടെ നടക്കാൻ. അമ്മ അവളുടെ തോളിൽ പിടിച്ച് കട്ടിലേക്ക് നല്ലൊരു തള്ളു വെച്ചു കൊടുത്തു. ശബ്ദം കേട്ട് ഹാളിൽ TV കാണുകയായിരുന്ന അച്ഛൻ വേഗം മുറിയിലേക്ക് ഓടി വന്നു. എന്താ ശാരദേ, എന്താ അവിടെ ഒരു ബഹളം? എന്തിനാ അവളോട് ചൂടാകുന്നത്? അച്ഛൻ ചോദിച്ചു. ദേ, നിങ്ങളുടെ പൊന്നുമോളുടെ ലീലാവിലാസം കണ്ടോണം. അമ്മ ആ ഫോൺ അച്ഛൻ്റെ കയ്യിലേക്ക് നീട്ടി. കോളേജിൽ ഏതോ ഒരു മാഷുമായിട്ട് ചുറ്റിക്കളിക്കുകയാണ് ഇവൾ. രാത്രിയും പകലും ഇരുന്ന് പ്രേമിക്കുക. ആ മാഷിൻ്റെ വോയിസ് മെസ്സേജ് കേട്ടിരുന്ന് ചിരിക്കുക ഇവള്. അച്ഛൻ ഫോൺ വാങ്ങി ആ മെസ്സേജുകൾ ഓരോന്നായി വായിച്ചു. അച്ഛൻ്റെ മുഖം പതുക്കെ ചുവക്കാൻ തുടങ്ങി. നെറ്റിയിലെ ഞരമ്പുകൾ തടിച്ചു വന്നു. നാട്ടിൻ പുറത്ത് അന്തസ്സായി ജീവിക്കുന്ന മകളെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ആ അച്ഛന് അത് വലിയൊരു ആഘാതമായിരുന്നു. പുള്ളി ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ ഗീതുവിൻ്റെ നേരെ തിരിഞ്ഞു. അച്ഛൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ഗീതു പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങി. ആരാടി അവൻ? അച്ഛൻ ഗർജിച്ചു. നിന്നെ പഠിപ്പിക്കുന്നൊരു മാഷാണോ അവൻ? ഒരച്ഛൻ്റെ സ്ഥാനത്തിരുന്ന് നിനക്ക് അറിവ് തരേണ്ടവൻ നിൻ്റെ കൂടെ ഇങ്ങനത്തെ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോൾ നിന്നെ ഈ ചോരത്തിളപ്പം നീ അതൊക്കെ കേട്ടിരുന്ന് ആസ്വദിക്കായിരുന്നല്ലേടി? അച്ഛാ, അത് ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. മാഷ് നല്ലൊരാളാ. ഗീത് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈകളിൽ പിടിക്കാൻ നോക്കി. മിണ്ടിപ്പോകരുത്. അച്ഛൻ അവളുടെ കൈ തട്ടി മാറ്റി. മാഷ് നല്ലൊരാളാണല്ലേ? നല്ലൊരാളായതുകൊണ്ടാണ് ഇവിടെ രാത്രി 10:30 നിനക്ക് ഐ ലവ് യു എന്ന് വോയിസ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ വിയർപ്പിൻ്റെ പൈസ കൊണ്ടാണ് നീ ആ കോളേജിൻ്റെ പടികൾ ചവിട്ടുന്നത്. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി ജീവിക്കണം. നിൻ്റെ ഈ പണി കാരണം എൻ്റെ തല ഞാൻ കുനിക്കില്ല. അച്ഛൻ അമ്മയുടെ നേരെ തിരിഞ്ഞു. ശാരദേ, നാളെ മുതൽ ഇവൾ ഈ വീടിൻ്റെ പടി കടക്കരുത്. ഫോൺ ഇപ്പം തന്നെ എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്. ഇനി ഇവൾക്ക് ഫോണും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അയ്യോ അച്ഛാ, അടുത്ത ആഴ്ച എനിക്ക് ഫൈനൽ എക്സാം തുടങ്ങിയ. ഞാൻ കോളേജിൽ പോയില്ലെങ്കിൽ എൻ്റെ 3 വർഷത്തെ പഠിത്തം പോകും അച്ഛാ. എന്നെ എക്സാം എങ്കിലും എഴുതാൻ വിട്. ഇത് നിലവിളിച്ചുകൊണ്ട് അച്ഛൻ്റെ കാലിൽ പിടിച്ചു. അച്ഛൻ കടുത്ത ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. പരീക്ഷ അല്ലേടി? ഇനി നീ പരീക്ഷയ്ക്ക് പോലെ ഈ വീടിൻ്റെ പടി ഇറങ്ങി പുറത്തേക്ക് പോയില്ല. തോറ്റു പോകുകയാണെങ്കിൽ തോറ്റു പോട്ടെ. അല്ലാതെ ഒരു മാഷിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഈ കുടുംബത്തിൻ്റെ മാനം കളയാൻ ഞാൻ നിന്നെ വിടില്ല. പഠിത്തം ഇവിടെ കൊണ്ട് തീർന്നു. നീ എക്സാം എഴുതണ്ട. ഈ 4 ചുവരുകൾക്കുള്ളിൽ നീ ഇരുന്നാൽ മതി. അത്രയും പറഞ്ഞ് അച്ഛൻ അവളുടെ ഫോണും എടുത്ത് കടുത്ത ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. അമ്മയും വല്ലാത്തൊരു വെറുപ്പോടെ ഗീതുവിനെ നോക്കിയിട്ട് മുറിക്ക് പുറത്തിറങ്ങി വാതിൽ പുറത്തു നിന്നും പൂട്ടി. ആ ഇരുണ്ട മുറിയിൽ കട്ടിലിൻ്റെ കോണിലിരുന്ന് ഗീതു നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. തൻ്റെ പ്രണയം വീട്ടിൽ കണ്ടുപിടിച്ചു എന്നതിനേക്കാൾ തൻ്റെ 3 വർഷത്തെ കഷ്ടപ്പാടും പഠിത്തവും ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണല്ലോ എന്ന ചിന്ത അവളെ തളർത്തി കളഞ്ഞു. ആകാശ് മാഷിനെ ഒന്ന് വിവരം അറിയിക്കാൻ പോലും അവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മാർഗവുമില്ലായിരുന്നു. വിധി തങ്ങളെ പൂർണ്ണമായും ഒരു വലിയ കെണിയിൽ അകപ്പെടുത്തി കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാകുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ അച്ഛൻ കോളേജിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്താണ് ഗീതു പേടിച്ച് അച്ഛൻ്റെ അരയിലേക്ക് ചെന്നത്. അച്ഛാ, എൻ്റെ ഫോൺ എന്നവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അച്ഛൻ കലതുള്ളി. ആ മുഖത്തെ ദേഷ്യം കണ്ട് ഗീതു ഒന്ന് പിന്നോട്ട് വലിഞ്ഞു. ആരാടി നിൻ്റെ ക്ലാസ് ടീച്ചർ? അച്ഛൻ്റെ ചോദ്യം ഒരിടുത്തി പോലെയാണ് വന്നത്. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായ ഗീതു അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പി. അച്ഛാ പ്ലീസ്, അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാകരുതേ. ഞാൻ ഇനി ഒന്നിനുമില്ല, എന്നെ വിശ്വസിക്കേ എന്ന് കെഞ്ചി. എന്നാൽ അവളുടെ വാക്കുകൾ അച്ഛനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. നിന്നോട് ചോദിച്ചതിനും മറുപടി പറയാനാ പറഞ്ഞത്. ആരാണ് നിൻ്റെ ക്ലാസ് ടീച്ചർ? അച്ഛൻ ശബ്ദമുയർത്തിയപ്പോൾ ഭയന്ന് വിറച്ച് അവൾ പറഞ്ഞു. അത് ആകാശ് മാഷാണ്. കൊള്ളാം. എന്നിട്ടാണല്ലേ നീ തന്നിഷ്ടങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്?
എനിക്ക് നിൻ്റെ മാഷിനൊന്നും കാണണ്ട, എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വച്ച് തന്നെ തീർക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും ഗീതു അച്ഛൻ്റെ കയ്യിലും കാലിലും പിടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. അച്ഛാ, പോവല്ലേ, എന്നെ ഓർത്തെങ്കിലും അവിടെ പോയി ബഹളം ഉണ്ടാക്കല്ലേ. മാഷിനിതിൽ ഒരു പങ്കുമില്ല. ഞാൻ മാത്രമാണ് എല്ലാത്തിനും കാരണം. ഞാൻ എല്ലാം അവസാനിപ്പിച്ചോളാം, പ്ലീസ് അച്ഛാ. അവളുടെ ആ നിലവിളി കേട്ട് ഉമ്മറത്ത് നിന്ന് അമ്മയുടെ മനസ്സലിഞ്ഞു. അമ്മ അച്ഛനെ നോക്കി വിലക്കുന്ന രീതിയിൽ തലയാട്ടി. കുറച്ചു നേരം നിശബ്ദനായി നിന്ന ശേഷം അച്ഛൻ ഗീതുവിനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു, ശരി, ഇനി ഞാനായിട്ട് അവിടെ പോയി ചോദിക്കുന്നില്ല. അത് നിന്നെ ഓർത്തിട്ടോ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടോ അല്ല. എനിക്ക് അവിടെ പോയി 4 പേരുടെ മുന്നിൽ നാണം കെടാൻ വയ്യാത്തത് കൊണ്ടാണ്. അല്പം ശ്വാസമെടുത്ത് അച്ഛൻ തുടർന്നു. ഇനി ഞാനായിട്ട് നിൻ്റെ പഠിപ്പ് മുടക്കുന്ന നീ കരുതണ്ട. നിനക്ക് എക്സാം എഴുതാൻ പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ഞാനോ നിൻ്റെ അമ്മയോ ആരെങ്കിലും ഒരാൾ നിൻ്റെ കൂടെ കാണും. അതോർത്തിട്ടേ ഇനി നീ പുറത്തിറങ്ങാവൂ. ആ താക്കീതിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാനാകാതെ ഒഴുകി വന്ന കണ്ണീരൊപ്പി ഗീതു അവിടെ തന്നെ തറഞ്ഞു നിന്നു.